ഇന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ ഇല്ല. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഒന്നും നടന്നില്ല. പിന്നെ എല്ലാവരും ലൈവിൽ ചോദിക്കുന്നുണ്ട്, താത്താനെ കുറിച്ച് പറയൂ, താത്താനെ കുറിച്ച് പറയൂ. എൻ്റെ വീട് ചാവക്കാടാണ് മക്കളെ, ചാവക്കാടാണ്. പിന്നെന്താ, ഞാൻ വളർന്നതും ജനിച്ചത് ഞാൻ ഷൊർണൂർ തലശ്ശേരിയിലാണ്, വളർന്നതൊക്കെ ചാവക്കാടാണ്. എനിക്കൊരു ഉമ്മ ഉണ്ട്, ഒരിക്കയുണ്ട്, ഒരു താത്തയുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. വാപ്പയില്ല. വാപ്പ ചെറുപ്പത്തിൽ തന്നെ വേറെ കല്യാണമൊക്കെ കഴിച്ചു, വേറെ സെറ്റിൽഡാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ സിമെൻറ്റ് പണിക്ക് പോയിട്ട് ഞങ്ങളൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. എല്ലാവരും ലൈവിൽ പറയും, താത്ത സ്റ്റോറി പറയൂ, താത്ത സ്റ്റോറി പറയൂ. ഇതൊക്കെയാണ് കടലിൻ്റെ ഏരിയത്ത് ഒരു കുഞ്ഞ് ഓലയിട്ട വീടാണ് താത്താൻ്റെ വീട്. ഇപ്പം അവിടെ വീടില്ല കേട്ടോ. ഇപ്പോൾ അവിടെ തറ ഇട്ടിട്ടുണ്ട്, വീടൊന്നും പണിതിട്ടില്ല. അങ്ങനെ വീടുണ്ടായിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാം. ജനാലയിൽ കൂടെ നോക്കുമ്പോൾ കടൽ കാണാം. അധികം വ്യത്യാസമൊന്നുമില്ല, കുറച്ച് വ്യത്യാസങ്ങളുള്ളൂ വീടും കടലും തമ്മിൽ. ഇപ്പൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ കടലൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇപ്പം തറയുടെ അവിടേക്ക് എത്താനേ അത്രക്ക് വ്യത്യാസങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെന്താ, അത്രയൊന്നും ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഉമ്മ ഷൊർണൂരാണ് താമസിക്കണം, ഉമ്മാൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. താത്തയുള്ളൂ ഉമ്മാൻ്റെ കൂടെ. ആങ്ങള ചാവക്കാട് തന്നെയാണ്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂടെ. എപ്പോഴും ലൈവിൽ പറഞ്ഞാലും പറയും, വന്നാലും പറയും, താത്താൻ്റെ സ്റ്റോറി പറയും. സ്റ്റോറി പറയുമ്പോൾ ഞാൻ കരഞ്ഞ് മെഴുകുതിരി മാതിരിയാവും. അതെന്തിനാണ് നമ്മളെപ്പോഴും ചിരിച്ച്, നമ്മൾ എല്ലാ വിഷമങ്ങളും ഉണ്ടല്ലോ കളഞ്ഞ് ചിരിച്ച് സന്തോഷവതിയായിരിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ ഇടണ്ടേ. എനിക്കിങ്ങനെ വീഡിയോ ഇങ്ങനെ 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും ഇടുന്നതുകൊണ്ട് എനിക്ക് കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേന്ന് വെച്ചിട്ട്. ഇപ്പോഴത്തെ സമയം 7:05 ആയി. 7:30-ക്ക് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ പോയിട്ട് വേണം കറി വെക്കാൻ. പോകുമ്പോൾ 2-3 സാധനങ്ങൾ വാങ്ങിക്കണം. മഞ്ഞൾപ്പൊടി കഴിഞ്ഞിരിക്കും, മഞ്ഞൾപ്പൊടി വാങ്ങിക്കണം. അയ്യോ, ചേച്ചിയുടെ വീട്ടിൽ നിന്നേ ഇന്ന് അമ്മാമ്മ ചോറിനാൻ പോയപ്പോൾ എന്നോട് അവിടെ കോഴിമുട്ട ഉണ്ട്, അത് മറക്കണ്ട കൊണ്ടുപോയിക്കോളൂ പറഞ്ഞിട്ട്. അത് ഞാൻ മറന്നു, അത് പോയി വാങ്ങിക്കണം. ഇവിടെ ഗേറ്റൊക്കെ അടക്കാൻ പോകുമ്പോൾ കോഴിമുട്ട പോയി വാങ്ങിക്കണം. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നത്തെ ചോറ് എനിക്ക് പനി പിടിച്ചതിൻ്റെ ശേഷം ഉണ്ടല്ലോ, വാഴയിൽ ഭയങ്കര കയ്പ്പ്, നല്ല കയ്പ്പ്. അപ്പം ഞാൻ ചേച്ചി അമ്മാമ്മനോട് പറയും നല്ല ചമ്മന്തി ഉണ്ടാക്കാൻ. അമ്മാമ്മയാണെങ്കിലോ സൂപ്പർ ചമ്മന്തി. ആ ചമ്മന്തി കൂട്ടിയിട്ട് ചോറ് തിന്നുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മക്കളെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ചമ്മന്തി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ചമ്മന്തി ഉണ്ടായിരുന്നു, ചക്കക്കുരു മുരിങ്ങടലല്ലേ അതും കൂടിയിട്ട് ഒരു കറി. പിന്നെന്താ അമ്മാമ്മ തന്നെ എനിക്ക് റൂബിക്ക അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മാമ്മ. എനിക്കും തന്നിട്ടുണ്ടായിരുന്നു അമ്മാമ്മ റൂബിക്ക. അമ്മാമ്മൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. ഞാനവിടെ ഉപ്പിലിട്ട് വെച്ചു. അത് ഉപ്പ് പിടിച്ചിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വീട്ടിൽ പോകണം. വേറെന്തോ പറയാൻ വന്നല്ലോ. ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് എഡിറ്റൊക്കെ ചെയ്തിട്ടില്ല, സമയം പിടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ പറയാമെന്ന്, അങ്ങനെയൊന്ന് വിചാരിക്കാം പ്ലീസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ.